കേരളത്തിലെ പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ എല്ലാ ജനങ്ങളുടെയും അനുഗ്രഹം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും നല്ലൊരു തെരഞ്ഞെടുപ്പ് ഫലം NDA പ്രതീക്ഷിക്കുന്നു. ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്, ഇതൊരു MPയെ തെരഞ്ഞെടുക്കേണ്ട തെരഞ്ഞെടുപ്പല്ല. ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ചരിത്രത്തിലാദ്യമായി 2 പ്രാവശ്യം പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ഒരാൾ മൂന്നാമത്തെ ടേമിന് പോകുമ്പോൾ രാജ്യം മുഴുവൻ ഒരു പ്രോ മോദി വേവാണ്. അത് കേരളത്തിലെയും ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും പ്രതിഫലിക്കും. തീർച്ചയായിട്ടും NDA ഓരോ BJP സ്ഥാനാർത്ഥികളും ഇന്ന് നല്ല ഒരു റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ചരിത്ര വിജയം നേടും. സാധാരണ ഈ അച്ഛൻ്റെ കൂടെയാണ് വോട്ട് ചെയ്യാൻ വരാറ്. അനുഗ്രഹം കിട്ടിയോ അച്ഛൻ്റെ? ഞാൻ ഇന്നലെ വീട്ടിലെത്തിയിരുന്നു. 50-55 ദിവസം ക്യാമ്പയിൻ ട്രെയിനിലായിരുന്നു. അപ്പം 50-55 ദിവസത്തിന് ശേഷമാണ് എൻ്റെ കുടുംബക്കാരെല്ലാം കാണുന്നത്. വളരെ സന്തോഷകരമായി നമ്മൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എനിക്ക് അതിരാവിലെ തന്നെ പോളിങ്ങിന് കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് തിരിച്ചു പോകാനുണ്ട്. അത് കാരണം ഞാൻ രാവിലെ വന്നു. ബാക്കി എല്ലാവരും 10 മണി കഴിയുമ്പോൾ വന്ന് വോട്ട് ചെയ്യും. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ രാഷ്ട്രീയം വീട്ടിൽ ചർച്ച ചെയ്യാറില്ല. വീട്ടിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് നമ്മുടെ പണ്ടേ നിരോധിച്ചല്ല. പണ്ടേ മുതൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. നമ്മൾ ആകെപ്പാടെ ഇപ്പം 50-55 ദിവസം കഴിഞ്ഞാണ് വീട്ടുകാരെയൊക്കെ കാണുന്നത്. അത് കാരണം കുടുംബകാര്യങ്ങളും മറ്റ് ആരോഗ്യകാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുള്ളൂ. രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല. എല്ലാവരും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ് ഇന്നും പറയുന്നത്. വ്യക്തിപരമായി എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള 2 പേർ എൻ്റെ മാതാപിതാക്കളാണ്. 2 പേരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കണ്ടു കഴിഞ്ഞു. പക്ഷേ രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്തില്ല. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 13 സംസ്ഥാനങ്ങളിലും നല്ല ക്യൂ ആണ് ഞാൻ കാണുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും എന്നൊരു പ്രോ മോദി സെന്റിമെന്റ് ഉണ്ട്. അതിവിടെയും പ്രതിഫലിക്കും. ഇതൊക്കെ രാഷ്ട്രീയമാണല്ലോ. ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, കുടുംബകാര്യം വേറെ, രാഷ്ട്രീയം വേറെ. ഞാൻ പറഞ്ഞത് പലരും വ്യാഖ്യാനിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം ഇന്ന് അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ല. ഇത് ഇന്ന് വോട്ടെടുപ്പാണ്. എനിക്ക് ആകെപ്പാടെ ജനങ്ങളോട് പറയാനുള്ളത് എല്ലാവരും അവരുടെ വോട്ടുകൾ വിനിയോഗിക്കുക. എല്ലാവരും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഇന്ന് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് നടക്കുന്നത്. അതായത് 140 കോടി ജനങ്ങളെ അടുത്ത 5 വർഷം ആര് ഭരിക്കും നയിക്കും ഇതൊക്കെ തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. എല്ലാ ജനങ്ങളും ഇന്ന് വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചൊന്നും എനിക്കിന്ന് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഇന്ന് വിവാദങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇതൊന്നും ഇത് ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമല്ല. ഇന്ന് അതിൻ്റെ സമയമല്ല. ഇന്ന് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യുന്ന സമയം പോലുമല്ല. ഇന്ന് വോട്ട് ചെയ്യാനാണ് വന്നത്. എനിക്ക് വളരെ പെട്ടെന്ന് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോകാനുണ്ട്. 150 കിലോമീറ്റർ വിസ്താരമുള്ള സ്ഥലമാണ്. 14 സംഘടനാ മണ്ഡലങ്ങളുണ്ട്. 7 നിയോജന മണ്ഡലങ്ങളുണ്ട്. അങ്ങ് അടൂർ മുതൽ കാഞ്ഞിരപ്പള്ളി വരെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുള്ളതാണ്, ബൂത്തുകളിൽ പോകാനുള്ളതാണ്. അത് കാരണം ഇന്ന് ഇങ്ങനത്തെ ചർച്ചയ്ക്കൊന്നും ഞാനില്ല. പത്തനംതിട്ടയിൽ എത്ര വോട്ടിന് ജയിക്കുന്ന പ്രതീക്ഷ? ഞാൻ നല്ല ഭൂരിപക്ഷത്തോടെ മറ്റ് 2 സ്ഥാനാർത്ഥികൾക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാര്യം ഞാൻ പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ച പോലെ 2 പേർക്കുമെതിരെ വലിയ ജനവികാരമാണ്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ നാഷണൽ സ്റ്റേജിൽ തന്നെ ഓരോ ബൂത്തിലും മിനിമം ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഞാനൊരു 4,4 ലക്ഷം വോട്ടിനും ഇടയ്ക്കുള്ള വോട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്പർ 2, നമ്പർ 3 ഉള്ള വോട്ടുകൾ അനുസരിച്ച് വിജയ മാർജിൻ കാണാം. പക്ഷെ നല്ല മാർജിനിൽ ഞാൻ ജയിക്കും. ആരുമായിട്ടാണ് നേരിട്ടുള്ള മത്സരം? പത്തനംതിട്ട ഇപ്പം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ മണ്ഡലങ്ങളിലും LDFനെതിരെ ഒരു ജനവികാരമുണ്ട്. അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പിന്നെ എനിക്കെതിരെ നിൽക്കുന്ന ശ്രീ ആന്റോ ആന്റണിക്കെതിരെ കഴിഞ്ഞ 15 വർഷം അദ്ദേഹം അവിടെ MP ആയിട്ടും അവിടെ ഒന്നും ചെയ്യാത്തതിൻ്റെ ഒരു ജനവികാരവുമുണ്ട്. ഇത് രണ്ടും പത്തനംതിട്ടയിൽ വലിയ ഫാക്ടറാണ്. ഇത് കാരണമാണ് ഞാൻ പറയുന്നത് ഇതിൽ ഏറ്റവും മോശം പ്രകടനം ആരായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാര്യം 2 പേർക്കുമെതിരെ വലിയ ജനവികാരമാണ്. അത് കാരണം തീർച്ചയായിട്ടും ഈ പത്തനംതിട്ട പുതിയൊരു മണ്ഡലമാണ്. 2009 തൊട്ടാണ് ഈ മണ്ഡലം ഉണ്ടായത്. ആ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.